ചിക്കൻ മധൂത്ത് ഉണ്ടാക്കാൻ പോവാണ് വളരെ ഈസി ആയിട്ട്. അപ്പോൾ ചിക്കൻ മധൂത്തിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയായി കഴുകി ഞാനൊരു സൈഡ് മാറ്റി വെച്ചു. 1 കപ്പ് അരി ആട്ടോ, ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അരിയും നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കണേ. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണം, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ സവോള ഒരു 2 3 എടുത്തോളൂ. ഞാനൊരു 2 സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേണം, അതെന്തേ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്താൽ മതിട്ടാ. പിന്നെ ഒരു പിടി വെളുത്തുള്ളിയും കൂടെ വേണം, അതുകൂടെ നമുക്കിതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ 2 തക്കാളി, അപ്പോൾ 2 എണ്ണം മതിയാവും. വലിയ പുളിപ്പില്ലാത്ത 2 തക്കാളി എടുക്കുക, അതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അരക്കണം. തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ 3 ഐറ്റംസ് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കർ എടുക്കുക, എന്നിട്ട് അടുപ്പിൽ വെക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലോട്ട് വൂൾ മസാല ഇട്ട് കൊടുക്കുക, അതായത് പട്ട, കരയാമ്പൂ, ഏലക്ക, കുറച്ച് പെരുംജീരകം എല്ലാം കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും വരണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ്, തക്കാളി ഇഞ്ചിയൊക്കെ കൂടെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ പേസ്റ്റ് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തക്കാളി കെച്ചപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ ഇത് മാഗി ക്യൂബ്സ് ആണ് കേട്ടോ. അപ്പോൾ 2 മാഗി ക്യൂബ്സ് കൊണ്ട് പൊടിച്ചിടുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലോട്ട് ഇനി 2 ടേബിൾ സ്പൂൺ അറബിക് മസാലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളേ, വേറെ മസാല ഒന്നും ഇടരുത്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ഇട്ടാൽ മതി. പിന്നെ ഉണക്ക നാരങ്ങ 2 എണ്ണം ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരട്ടെ. അപ്പോൾ ഇത് ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. പകുതി വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ. ഇതിനകത്തോട്ട് ഇനി അരി ഇട്ട് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിരിക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തത്. ഓരോ അരിക്കും ഓരോ അളവായിരിക്കും കേട്ടോ. ചില അരി പെട്ടെന്ന് വെന്ത് പോവും, ചിലത് അധികം വേവ് ഉണ്ടാവില്ല. എന്തായാലും 2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3 പച്ചമുളക് കീറിയതും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കൂടെ വരുത്താം. അപ്പോൾ അതേ ഒരു വിസിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ കുക്കർ തുറന്നപ്പോഴുള്ള അവസ്ഥയാണിത്. വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഞാനിപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ ഇച്ചിരി വെന്ത് പോയിട്ടുണ്ട്. ചോറ് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഒരു ശകലം വെന്ത് പോയിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളം വേണ്ടായിരുന്നു ഈ അരിക്ക്, 1.25 കപ്പ് മതിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കുറച്ച് ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പൊരുപുരാന്നൊക്കെ ആയി അരി. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ഒരു ഞായറാഴ്ചയൊക്കെ കിട്ടുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടെ അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ, സീ യു.